ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ് മക്കളെ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളെ +2 ഇംഗ്ലീഷിലുള്ള ക്രിസ്മസ് എക്സാമിന് കിട്ടാൻ വേണ്ടി പോകുന്ന അവസാന ലാപ്പിലുള്ള അവസാന സെഷനിലുള്ള 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ സ്പീച്ചാണ്. സർ, സ്പീച്ചിന് 8 മാർക്കാണോ? അത് ഒബ്വിയസ്ലി 8 മാർക്കാണ്. സർ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക നോക്കൂ നിങ്ങൾ. ഇൻ കണക്ഷൻ വിത്ത് ആന്റി നാർക്കോട്ടിക്സ് ഡേ, your school is holding an elocution competition to topic drug abuse destroys the individual, to the society and to the nation. You are one of the competitors. പ്രിപ്പയർ എ സ്പീച്ചിലെ നിങ്ങൾ ഡ്രഗ് അബ്യൂസും ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ? ഒരു പക്ഷെ അതിനെ ബേസ് ചെയ്താവാം, അല്ലെങ്കിൽ പിന്നെ എന്തിനെ ബേസ് ചെയ്താവും സാറേ? അല്ലെങ്കിൽ നാച്ചുറലിനെ കുറിച്ചല്ലേ, നാച്ചുറൽ കലാമിറ്റീസിനെ കുറിച്ചാവാം, ഇപ്പൊ നടന്ന ലാൻഡ് സ്ലൈഡിനെ കുറിച്ചാവാം, അല്ലെ ഗവൺമെന്റിന്റെ സപ്പോർട്ടിനെ കുറിച്ചാവാം. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് ചോദ്യം വേണേലും മക്കളെ ചോദിക്കാം. അപ്പൊ ഏത് ചോദ്യം ചോദിക്കും എന്നുള്ളത് ഇന്ന് വൈകുന്നേരം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ലൈവിൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് മക്കളെ. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ പ്രിപ്പയർ എ സ്പീച്ചിലെ അടുത്ത് അബ്യൂസ് ഓഫ് ഡ്രഗ്. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നുള്ളത് ഡ്രഗ് അബ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് സ്പീച്ച് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പൊ ഡ്രഗ് അബ്യൂസിനെ ബേസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ വാട്ട് എവർ എന്ത് ടോപ്പിക് ആണെങ്കിലും എങ്ങനെ നമ്മൾ സ്പീച്ച് ചെയ്തും ഉത്തരം കേട്ടോളൂ. Respected teachers and my dear friends, a very warm good morning to you all. എല്ലാവർക്കും good morning ആദ്യം പാസ് ആക്കുക. I'm happy to be here to speak a few words in front of this in this moment. ഈ മൊമെന്റിൽ കുറച്ച് കാര്യം നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നതല്ലേ ഞാൻ വളരെ ഹാപ്പിയാണ്. This occasion is valuable for me. എന്നെ സംബന്ധിച്ച് ഈ ഒക്കേഷൻ വളരെ വിലപ്പെട്ടതാണ്. Firstly, I would like to tell thanks to God. ഞാൻ ആദ്യമായിട്ട് ദൈവത്തിനോട് നന്ദി പറയാണ്. And to the organization, സംഘാടക സമിതിയോടും for giving this opportunity. ഈ അവസരം നൽകിയതിന് എന്തിനാണ് അവസരം നൽകിയത്? ടു ഡെലിവർ എ സ്പീച്ച് ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങളുടെ മുന്നിൽ ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ അവസരം തന്ന ദൈവത്തിനും സംഘാടക സമിതിക്കും ഈ പ്രത്യേകമായ വേദിയിൽ എല്ലാത്തിലും ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഐ കൺസിഡർ ദിസ് ആസ് മൈ പ്രിവിലേജ്. എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ബഹുമതിയായിട്ട് ഞാൻ ഇതിനെ കാണുക കേട്ടോ. I suppose to deliver a few words on my topic. ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള വിഷയത്തിൽ ഞാൻ കുറച്ച് കാര്യം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഐ ഫീൽ യു ആർ വെരി ഈഗർ ടു ഹിയർ അബൌട്ട് ദിസ് ടോപ്പിക്. നിങ്ങളെല്ലാവരും ഈ വിഷയത്തിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാൻ ഞാൻ പ്രതീക്ഷിക്കാം കേട്ടോ. ഇറ്റ് ഗിവ്സ് മീ ഇമ്മൻസ് പ്ലഷർ ടു ബി ഹിയർ. ഇവിടെ നിൽക്കാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആൻഡ് ടോക്ക് സംതിങ് വിത്ത് യു. നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നതിൽ കേട്ടോ. ആസ് യു നോ, നിങ്ങൾക്കറിയുന്നത് പോലെ ഇറ്റ്സ് എ വെരി റെലവന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ടുഡേ. ഇതിന്ന് വളരെ ബലപ്പെട്ട റെലവന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ദാറ്റ്സ് വൈ നൗഡേയ്സ് പീപ്പിൾ ഡിസ്കസ് ദിസ് ടോപ്പിക്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇന്ന് ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ലെറ്റ് മീ സേ സംതിങ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞ് വിഷയം ഇവിടെ എന്ത് ചെയ്യണം, വിഷയം ഇവിടെ തള്ളിമറിക്കുക. വിഷയം തള്ളിമറിക്കുക അല്ലെ. ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന സാധനല്ലേ, ഈ ഡ്രഗ് അബ്യൂസ് വളരെ ഡേഞ്ചർ ആണ്. ഇടയ്ക്ക് രണ്ടെണ്ണം വലിച്ചിട്ട് കുഴപ്പമില്ല, അങ്ങനെ ഒന്നും എഴുതണ്ട കേട്ടോ. എപ്പോൾ വലിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അത് എഴുതിയതിന് ശേഷം ലാസ്റ്റ് നോക്കിക്കോളൂ നിങ്ങൾ. ഐ ഹാവ് സോ മച്ച് ടു സേ. എനിക്ക് ഇനി ഒരുപാട് പറയാനുണ്ട്. ബട്ട് അവർ ടൈം ഈസ് ടു ഷോർട്ട്. നമ്മുടെ സമയം വളരെ ഷോർട്ടാണ്. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് വാട്ട് ഐ സെഡ്. ഞാൻ എന്താണോ പറഞ്ഞത് അത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കാം കേട്ടോ. സോ ഐ വുഡ് ലൈക്ക് ടു എക്സ്റ്റെൻഡ് മൈ വേർഡ്സ്. ഞാൻ എൻ്റെ വാക്കുകൾ എന്ത് ചെയ്യുന്നില്ല, ദീർഘിപ്പിക്കുന്നില്ല. നൗ ലെറ്റ് മീ സ്റ്റോപ്പ് മൈ സ്പീച്ച്. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തിക്കോട്ടെ. താങ്ക് യു ഫോർ ഹാവിങ് പേഷ്യൻ്റ്ലി. എന്നെ ക്ഷമയോടുകൂടി കാത്തിരുന്ന് കേട്ടതിന് വളരെ നന്ദി. ഐ കൺക്ലൂഡ് മൈ വേർഡ്സ് വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. താങ്ക് യു, ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ട് ജയ് ഹിന്ദോ ജയ് ഹിന്ദ് കൊടുത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജയ് ഹിന്ദ് നമ്മൾ കേരളത്തിലല്ലേ പ്രസംഗിക്കുന്നത്, ധൈര്യമായിട്ട് ജയ് ഹിന്ദ് കൊടുത്തോളൂ കേട്ടോ. ഇന്ത്യയിൽ എവിടെയായാലും മതി. അമേരിക്കയിൽ പോയി കണ്ട് ജയ് ഹിന്ദ് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എവിടെയാണ് ജയ് ഹിന്ദ് കൊടുത്തോളൂ. ഞാൻ അതൊരു പ്രശ്നമാക്കണ്ട. ജയ് ഹിന്ദ് കൊടുക്കണോ എന്നൊക്കെ ചോദിച്ചാണ്ട് പല ആളുകളും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. തോന്നിയത് കൊടുത്തോളുണ്ടോ. സോ എഴുതുക, വൃത്തിക്ക് എഴുതുക, കാണാണ്ട് പഠിക്കുക. നോട്ട്സ് വേണോ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക മറക്കണ്ട. ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്തോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാർ, സൈനിങ് ഓഫ്. ബൈ.